ഒരു പന്താക്കി കിഴക്കും പടിഞ്ഞാറും വിളയാടാൻ ഒരുങ്ങുന്നൊരാ പകലോളം പകലന്തിയോളം. ഞാൻ അവിടെ പറയാ നീ സായിപ്പിന് മുമ്പ് മുടി അങ്ങനെ പേരെടുക്കണ്ട. പോട്ടെ നീ അയ്യോ കടിക്കല്ല കൊല്ലും ഞാൻ. നീ അതും കൂടെ അയ്യോ എനിക്ക് കരിപ്പറ്റിയൊന്നുമില്ലേ? ഇല്ല, അമ്മ നാളെ കൊണ്ടുവരും. എന്തിനാണ് അമ്മയെ പറഞ്ഞേക്കുന്നത്? നീ എന്നെ കൊണ്ടുവന്നാ മതി. നല്ല വില നല്ലേച്ചാ. സായിപ്പ് കരിപ്പറ്റിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ ആ വിലക്ക് കരിപ്പറ്റി ഇവന്മാർ തരുമെന്നാണ് എന്റെ സംശയം. ഇല്ലെങ്കിൽ അവന്മാരെ കരിപ്പറ്റി വേണ്ടടാ. വേറെ നിവൃത്തിയില്ലാതെ നമ്മ കരിപ്പറ്റി ഇവിടുത്തെ വരും. അല്ല അതും ശരിയാണ്. നല്ല വലിയ കരിപ്പറ്റി. 5, 6, 9 രൂപ വരെ. 9 രൂപയോ? ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് 11 രൂപ കിട്ടിയതാണല്ലോ. അത് ഇന്നലെ. ഇന്ന് വില കുറഞ്ഞു പോയി. സായിപ്പന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുക, ലണ്ടനിലെ വില കുറഞ്ഞു പോയി, അതുകൊണ്ട് ഈ വിലക്ക് എടുത്തേച്ച മതിയെന്ന്. ഈ വിലക്ക് വിറ്റാലേ ഞങ്ങൾക്ക് മുതലാവില്ല. വിറകിന് തന്നെ എന്ത് വിലയാണെന്ന് അറിയാമോ? ഈ വിലയെ തരാൻ പറ്റൂ. എന്നാ കരിപ്പെട്ടി ഇങ്ങ് തരും, ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് വരാം. അങ്ങനെയല്ല എടുക്കാതെ. ഇനിയും കൂടുതൽ വില വരണമെങ്കിൽ കരിപ്പറ്റി അല്ലാതെ വേറെ കൂടി തരണം. പക്ഷിമൃഗാദികൾ കാണുന്നില്ല. അത് പൂമ്പാറ്റി. ഞാനൊന്നും വെടി വെച്ചോട്ടെ. പിടിക്കൂ പിടിക്കൂ. ആ ബേറകത്തിടൂ. ആ ബേറകത്തിൽ വലിക്കൂ. കാഞ്ചി വലിക്കൂ. അതോ ഒരു കൊച്ചി, അതോ ഒരു കൊച്ചി. തലമേലെ തലമേലെ. അയ്യോ, ആരാണ് എന്റെ അക്കാനിക്കരം പൊട്ടിച്ചത്? സായിപ്പേ, എനിക്ക് നിൽക്കാനും ഇരിക്കാനും സംസാരിക്കാനും എനിക്ക് ഭയങ്കര വയറ്റ് വേണം. ഞാൻ പോയിട്ട് വരാം. അവന്റെ ഒരു അഹമതി. നീ വാ. ഇല്ല, കരിപ്പട്ടിയുടെ വില ഞാൻ കുറച്ചിട്ടില്ല. ഇന്നലെ ഒരു വില കുറച്ചെന്ന് പാലയും പറഞ്ഞല്ലോ. പാലയ്യ പാലയ്യ, എന്തോ എന്തോ നീ ആരാ കരിപ്പട്ടിയുടെ വില കുറച്ചത്? ഞാൻ ആരും പറഞ്ഞില്ല. പിന്നെ എന്റെ പൊന്നു സാഹിബ്, ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. വേണം എന്നെ രണ്ട് തല്ലിക്കോ. അയ്യോ, ഇവരൊക്കെ പാവങ്ങളാണ്. അവരെ ഉപദ്രവിക്കരുത്, മനസ്സിലായോ? മുത്ത, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ന്യായമായ വില ഞാൻ നിനക്ക് തരാം. അത് മതി. വിറകിനൊക്കെ വലിയ വിലയാണ്, അതുകൊണ്ട് കരിപ്പെട്ടിക്ക് അല്പം വില കൂട്ടി തരണം. ശരി, ഞാൻ ആലോചിക്കട്ടെ. ഞങ്ങൾ വയ്ക്കട്ടെ. ഓ, ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു. പക്ഷേ അവന്മാരെന്നെ അടിക്കുമെന്ന് എനിക്ക് പേടി. അത് രണ്ട് കരിമ്പനിയാ, ഒറ്റ പോകുന്നില്ല. അന്ന് കരിപ്പെട്ടിക്ക് വില കുറച്ചതുകൊണ്ട് കമലത്തിന് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്കത് ചെയ്യാനും. കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ 2 രൂപ ഞാൻ തന്നേക്കാം. എനിക്ക് മാത്രം അങ്ങനെ ഔദാര്യം വേണ്ട. അത് കമലത്തിന്റെ ഇഷ്ടം. എന്നാ എന്റെ ഇഷ്ടം. അയ്യോ, മുള്ളുകൊണ്ട് മുറിഞ്ഞല്ലോ. ഞാനത് തുടച്ചു തരാമായിരുന്നു, പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടു കമലത്തിനെ എനിക്ക് കെട്ടിച്ചേരാം. ഞാൻ നിന്റെ അപ്പൻ്റെ അടുത്ത് ഇന്ന് പറയാൻ പോകും. കമലം നമ്മുടെ ജാതിക്കാരിൽ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ്. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. കമലം നിന്നെ രാജകുമാരിയാ.
സായിപ്പേ നമ്മളെ പന കയറിയിരുന്ന കുട്ടം മരിച്ചു അറിഞ്ഞു. പകരം ഒരാളെ വെക്കണം. എന്റെ വകയിൽ ഒരു അനിയൻ പന കയറിയുണ്ട്. വേണ്ട, നമുക്ക് മുത്തര വയ്ക്കാം. അയ്യോ, അവൻ വലിയ ചട്ടമ്പിയാണ്. അതുകൊണ്ടല്ലേ നമ്മളെ വയ്ക്കുന്നത്. കൂടുതൽ കൂലി കൊടുത്താൽ അവൻ നമ്മളോട് നിൽക്കും. പക്ഷെ അവനൊരു ഒന്നും സാരമില്ല. ഇന്ന് തന്നെ പോയി നീ അവനെ വിളിച്ചോണ്ട് വേണം. അയ്യോ, ഞാനോ? പറയുന്ന അനുസരിക്കടാ. 7, 8, 9, 10, 11, 12, 13, 14 ഇതാ. ശരി. മുതലാളി, വലിയ കരിപ്പെട്ടിക്ക് എന്താ വില? 2 രൂപ. ഈ പാലയും കൊണ്ട് കരിപ്പെട്ടിക്ക് എത്ര കൊടുക്കും? സമയം അനുസരിച്ച് അല്പം വ്യത്യാസം വരും. എങ്കിലും 1.25 കുറയാതെ കൊടുക്കും. ഓഹോ, 1.25 രൂപ കൊടുക്കുമല്ലേ? എന്താ മുത്ത? കരിപ്പെട്ടിയുടെ വില ചോദിക്കായിരുന്നു. പട്ടണല്ലേ, അവിടത്തേക്കാൾ അല്പം വില കൂടുതൽ കാണും. അല്പൊന്നുമല്ല, ഇരട്ടിയിലധികം വ്യത്യാസമുണ്ട്. അവിടുന്ന് വാങ്ങിച്ചവർക്ക് ഇവിടെ വെക്കാനൊക്കില്ലല്ലോ. ജീപ്പിന്റെ ചെലവ്, പെട്രോൾ, ഓയിൽ, ടയറിന്റെ തേമാനം, അത് ഇത് അങ്ങനെ എന്തൊക്കെ. മുത്ത, നീ ഇനി ഇത് അവിടെ ചെന്ന് പറഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കരുത്. നിനക്ക് വേണം ഞാൻ സാഹിബിനോട് പറഞ്ഞിട്ട് കുറച്ച് കാശ് വാങ്ങിച്ചു തരാം. എന്തൊരു സാധനമാണിത്. ഹലോ, Hi, Sophie, come soon. ഞാൻ Oh, hello. Hello. ഹലോ 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 ഹായ് Hi. ഹലോ. ഇത് എന്താണ് ചെയ്യണത്? കോഴി. റബ്ബർ സ്റ്റേറ്റിലുണ്ടോ ഏത്? ഒന്നും കൂടി കടിച്ചു നോക്കണം. ഞാൻ കോഴിക്കാരാണ്. ഇവനെന്തേ പറയുന്നേ? ഇംഗ്ലീഷ് ഭാഷ വരും. പാട്ടും ഡാൻസും തുടങ്ങി. മുത്ത, നിനക്ക് ഡാൻസ് കാണണ്ട? എനിക്ക് ഡാൻസ് വേണ്ട. ഓണത് ഞാൻ ഇപ്പോഴും ഡാൻസ് ചെയ്യാം. എഴുന്നേക്കും മുത്ത. പതുക്കെ മുത്ത മുത്ത സ്റ്റഡി സ്റ്റഡി എന്നെ എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ. ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കഴിയാവേ സാഹിബേ, മുത്തിന് വെറുതെ പറയരുത്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്, കോടതി ചെന്ന എവിടെയൊക്കെ പിടിച്ച്, എങ്ങനെയൊക്കെ പിടിച്ച്, എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമജാത്തനാണ്. ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനിയും പനകർ. ശരിയാണ്, അവന്റെ വീട് നിരപ്പാക്കി കളയാം. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയാം ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത കുത്തി വല്ലതും പറഞ്ഞുണ്ടോ? ആ മുത്തം കാരണം
നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ചാണ് കിടത്തുക. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്. ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? സഖി സഖി ചുംബനം നൽകൂ നൽകൂ ചുംബനം നൽകൂ ചിലപ്പോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പണ്ടാറടങ്ങി ചന്തന്മാർക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ ബാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ആ മുത്തൻ എങ്ങനെയെങ്കിലും ജയിലിൽ കയറ്റില്ലെങ്കിൽ വളരെ മോശമാണ്. നമുക്ക് തലവൃത്തി ഇറക്കാൻ കഴിയുന്നില്ല. തല താഴ്ത്തി നടക്കാൻ ഒക്കൂല. അവനൊറ്റയല്ല, അവന് ജാതിക്കാരും മുഴുവൻ അവന്റെ പുറകിലുണ്ട്. അഥവാ അവനെ പിടിച്ച് അകത്താക്കിയാലും കരിപ്പട്ടി കച്ചവടം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സായിപ്പ് എപ്പോഴും കച്ചവടം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ കാര്യം അതാണ് കിട്ടവനെ. നീ അവരെ ഗുണ്ടകളെ തല്ലാൻ പോയത് ഇതിൽ എന്തുണ്ടായി? അവൻ മനുഷ്യനില്ല, അവനെ ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കാം. എന്നാ അവൻ തുരുപ്പെടുക്കുന്നവരെ ഇനി കാത്തിരിക്കാം. അഞ്ചെട്ട് തടിയന്മാരെയും കൊണ്ട് പോയിട്ട് അവന്റെ ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല. നാണക്കേട്. സായിപ്പേ, കോട്ടൂർ വനത്തിൽ ഒരു ഉഗ്രൻ മന്ത്രവാദിയുണ്ട്. എന്തിന്? ആ മന്ത്രവാദിയെ കൊണ്ട് ശുദ്ധം ചെയ്യിപ്പിച്ചാൽ മുത്തിന് 3 നേരം ഭ്രാന്ത് വരും. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരുത്തിന് ഭ്രാന്ത് വരുത്തിയിട്ടുണ്ട്. വെറും 200 രൂപയുടെ ചെലവേ ഉള്ളൂ. ഓടാവുന്നു. സായിപ്പ് അങ്ങനെ പറയരുത്. ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിയാണ്. സായിപ്പിന് 200 രൂപ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷെ മന്ത്രവാദി ആക്ഷേപിക്കരുത്. നിനക്ക് വേണ്ടി 10-200 ഞാൻ തരാം. ഒരുപാട് അടി കൊണ്ടതല്ലേ? ഞാൻ തരുന്ന കാശ് വല്ലവനും കൂടെ തുലയ്ക്കരുത്. ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ മുത്തിന് ഭ്രാന്ത് പിടിപ്പിക്കണം. ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ സായിപ്പന്നെ നായിന്റെ മോനെ വിളിച്ചു. അത് സായിപ്പ് എപ്പോഴും വിളിക്കാറുള്ളതല്ലേ, പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ശരി, നാളെ കമ്പനിയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞേക്കാം. പൊയ്ക്കോ പൊയ്ക്കോ. അല്ലാച്ചാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. നല്ല രസം മതാവക്കളി. ഒന്ന് വാടേ വാടാ. ഇത്രയും ചെലവ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ പോകും. അയ്യോ, അങ്ങനെ പറയരുത്. രൂപ ഞാൻ എങ്ങനെയും ഉണ്ടാക്കാം. 500 രൂപ കൊണ്ടുവന്നാൽ ഞാൻ കർമ്മം ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. പോവാ? ശപിക്കരുതേ. സ്വാമിനി പൂജ തുടങ്ങിക്കോളൂ, ഞങ്ങൾ പോവാ പോവാ. ഇനി ഒരു 300 രൂപ ഉണ്ടാകും. പലയ നിന്റെ കാശുണ്ടോ? അയ്യോ, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നലെ വസ്തു വാങ്ങിയായിരിക്കും. ഇത് നീ എങ്ങനെ അറിഞ്ഞു? നീ സാധാരണ പറയാറുള്ളല്ലേ? പണ്ട് ഇറങ്ങാനായിട്ട് സായിപ്പ് ഇവിടെ ഇല്ല. 300 രൂപയുടെ കാര്യമല്ല. നിക്ക് നല്ല കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെ ആയാലും മുത്തനും ഞാനും ഒരു ജാതിക്കാരല്ല. ഞാൻ പറയുന്നവർക്ക് ക്ഷുദ്രം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് അവരറിഞ്ഞ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലു. അത് നോക്ക്, ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ ചെന്ന വടക്കനാശാനോട് ചോദിക്കും, അങ്ങനെ വരും. പക്ഷെ ഞാൻ കൂടെ വരാം. അല്ലെങ്കിൽ നിന്നൊക്കെ എനിക്കറിയാടാ. നീയൊക്കെ അവസാനം സ്വന്തം ജാതിക്കാരോട് നിൽക്കൂ. അതത്ര തന്നെ ഉള്ളൂ. ഞാൻ ജനിച്ച നാടും എന്റെ ജാതിക്കാരും ഞാൻ മറക്കില്ല. വഴി കിട്ടിയോ?
എല്ലാത്തിനും പറയാവുന്ന ഭ്രാന്ത് വല്ലേടാ. എന്നാലും സായിപ്പേ ആ ക്ഷുദ്രത്തിന്റെ ഒരു ശക്തി മണ്ണാൻ കെട്ടി പോളാടുന്നു. എല്ലാ സായിപ്പേ ക്ഷുദ്രം കഴിഞ്ഞോടുകൂടി നല്ലാച്ചിന് ഒന്നാന്തരം ഭ്രാന്തായി. ഇത് അതൊക്കെ മനസ്സിന്റെ തോന്നലാണ്. അങ്ങനെ തോന്നിയ ഉടുതുണില്ല നടക്കൂ. അവനാകെ ഭയന്നുപോയി, അതാണ് കാരണം. വെറും സൈക്കോളജിക്കൽ. എന്താണ് സൈക്കോളജിക്കൽ? ഓ അതാണ് മനസ്സിലായില്ലേ? സൈക്കിള് ചവിട്ടിട്ടാണല്ലേ? പെയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ കട്ടും ചുവപ്പിലുള്ള ഗ്രീന് മതി. പിന്നെ ഇവിടെ വെള്ള വേണ്ട, വൈറ്റ് മതി. ഇത് നല്ല പെയിന്റ്, മുന്തി പെയിന്റ്. എന്താണ് ഇവിടെ ഒന്നുമില്ല. അപ്പോ വലിച്ചടി. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവന്മാര് കരിപ്പെട്ടി തരുമെന്ന്. ഇതിനുള്ള ഫൈനാൻസ് അറേഞ്ച് ചെയ്യണം. ശരി, ബാങ്ക് ഞാൻ പറഞ്ഞേക്കാം.
നമസ്കാരം. ഞങ്ങൾ ചോദിച്ചിട്ട് ആരും കരിപ്പറ്റി തരുന്നില്ല. സായിപ്പ് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതായിരിക്കും നല്ലത്. എന്തായാലും സായിപ്പിന്റെ മുമ്പിൽ അവന്മാരെല്ലാം മറക്കും. ഞങ്ങൾ ചോദിക്കുന്ന അവന്മാർ അടിക്കാൻ വരില്ല. ശരി, ഞാൻ തന്നെ ചോദിക്കാം. ആദ്യ ചെല്ലയിൽ കണ്ടൊന്ന് വശത്താക്കണം. അവനെ കിട്ടിയാൽ മുത്തൻ ശൂന്നാവും. അവന് കുറച്ച് രൂപ കൊടുത്താലും അതൊരു നഷ്ടമാവില്ല. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.